ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നത് ഡ്രാഗൺ മാർട്ടിലാണ്. ഡ്രാഗൺ മാർട്ടിൽ എനിക്ക് വെറുതെ വരാനും ഇഷ്ടമാണ്, വെറുതെ അവിടെ ഇങ്ങനെ കറങ്ങാനും ഇഷ്ടമാണ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇഷ്ടമാണ്. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഗ്രാസ്. ഇതാണ് മെഷീനറി ആൻഡ് സ്റ്റേഷനറിയുടെ സെക്ഷൻ. ഡ്രാഗൺ മാർട്ടിൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒരു സാധനവും കാണത്തില്ല. ടോയ്സ് വേണ്ടവർക്ക് ടോയ്സ് ഉണ്ട്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് വേണമെങ്കിൽ അതുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഡ്രാഗൺ മാർട്ടിൽ പോയാൽ കിട്ടും. അതും ചീപ്പാണെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മളൊക്കെ പോകുമ്പം നല്ല വിലയൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ LED ലൈറ്റ് മേടിക്കണോ? ഇവിടെ ഒത്തിരി അടുത്ത് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രീൻ കാർപ്പറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ അവരാരും കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന അത്രയും തരുന്നില്ല. അവരൊക്കെ തരുന്നത് അവരുടെ ഇതനുസരിച്ചാണ്. ഫുൾ മേടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ കയറി ഇറങ്ങുകയാണ്. എവിടെയെങ്കിലും അങ്ങനെ കിട്ടുമെന്നോ. സാധനം കയ്യിലുണ്ട്, പക്ഷെ ആർക്കും നമ്മൾ ചോദിക്കുന്ന രീതിയിൽ തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നോക്കാം, മുന്നോട്ട് നോക്കാം. കറങ്ങി നമ്മൾ തിരിച്ച് അവിടെ തന്നെ എത്തി, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ച് നടന്നു വന്ന് ഞങ്ങൾ എത്തിയ ഒരു സ്ഥലമാണിത്. എന്തൊരു അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉള്ള സാധനങ്ങളുണ്ടെന്നറിയാം. ഒത്തിരി എന്ന് വെച്ചാൽ അന്നും അടിപൊളി സാധനങ്ങൾ. പക്ഷെ വില കേൾക്കുമ്പോഴാണൊരു പ്രശ്നം, അല്ലെങ്കിൽ സൂപ്പറാണ്. കൊള്ളല്ലോ. I like that one. See? It's a TV. Nice, right? It's like the old-fashioned TV. Letters for Santa. ഡ്രാഗൺ മാർട്ടിലെ ഒരു കടയാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങളുള്ള. അങ്ങനെ നടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ തന്നെയാണ്. അറബിക് സ്വീറ്റ്സ് ആണ്. How is it? Good. Why not buying for me? എന്താ ഇരിക്കുന്നത്? Look at my head. Look at your face. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം മേടിക്കാൻ പോയ നമ്മൾ മേടിച്ചതാണിത്. മാംഗോ വേണമെന്ന് റിയയ്ക്ക്. കപ്പോട്ട് കയറി വന്ന് ഗ്രാസിൻ്റെ സാധനങ്ങളെല്ലാം കാർപ്പറ്റ്, അത് നമ്മൾ ഒരാളോട് പറഞ്ഞു വെച്ചു. അത് നമ്പർ മേടിച്ചു. എന്നിട്ട് നമ്മൾ പോവുകയാണ്. സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടാണ് എക്സിറ്റ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. നടക്കുകയാണ്. അതാണ് ഡ്രാഗൺ മാർട്ടിൽ വന്നുള്ള പ്രശ്നം. നമ്മൾ എവിടെ നിന്നാണ് കയറി വന്നതൊന്നും ഓർമ്മയിരിക്കത്തില്ല, മനസ്സിലാവത്തില്ല. അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ടൊരു ചെറിയ കടയിൽ നിന്ന് ഞങ്ങളൊരു വൈപ്പർ, ഫ്ലോറിൽ വെള്ളമൊക്കെ വീഴുമ്പോൾ അത് വൈപ്പ് ചെയ്യാനുള്ള ഒരു വൈപ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച്. എന്നിട്ട് ഇനി നമ്മൾ പോകുന്നത് ആ ഗ്രാസ് എടുക്കാനാണ്. എന്നിട്ട് വെയർ ഹൗസ് ഇവിടെ പുറത്താണ്, അപ്പോൾ പുറത്ത് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എടുക്കാൻ പോകുന്നു. ഇവിടെ വണ്ടി ഇട്ടേ ഡ്രാഗൺ മാർട്ട് മുഴുവൻ ഇത് വെച്ച് നടക്കേണ്ടി വരും. ഈശ്വര, ഇല്ല.
അവിടുന്ന് തന്നെ നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ വേറെ ഒരു ഏരിയയിലോട്ട് വന്നു. കാർപൂൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? വാട്ട് ഡസ് കാർപൂൾ മീൻ? ഇനി നമ്മൾ GD എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതാണ്. നമുക്കൊരു ഫേർണിച്ചർ നോക്കണം, അതിന് വരുവാണ്. God, just look at that. ഇത് ഡ്രാഗൺ മാർട്ടിൻ്റെ ഒരു സ്ഥലമാണ്. എന്തോരം സൈക്കിളൊക്കെ. Look there. Too much. ഒത്തിരി ഉണ്ട് കേട്ടോ, ബൈക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തിരി. വിന്നർ സ്കൈ ട്രേഡിംഗ് GB45. ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. വീടൊക്കെ മാറുവാണെങ്കിൽ It's a mass complex. യായ അല്ലെങ്കിലും വരാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്, എനിക്കിഷ്ടമാണ്. കാശ് കുറച്ച് പോവും. ഗോ 1850. ഇങ്ങനത്തെ ഒത്തിരി ബൈക്സൊക്കെ കാണും, ഈ ഡെലിവറി ഗൈസൊക്കെ യൂസ് ചെയ്യുന്നത് പോലുള്ള ബൈക്സ്. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒത്തിരി കാർ ഷോറൂമിലിടുന്ന പോലെ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആദ്യം തൊട്ടുണ്ടാവാം, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും ഹാൻഡിലില്ലേ? ഓഹോ, എല്ലായിടത്തും ഉണ്ട്. ഈ സൈഡിലും ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. Do we have controls to the camera? If we buy it? Camera. ഇവിടെയും ക്യാമറ. On the car. അങ്ങനെ നമ്മൾ നോക്കി നടന്ന സ്ഥലത്ത് ഞങ്ങൾ ഫൈനലി എത്തി. നോക്കാം ഇനി നമുക്ക് വേണ്ടുന്ന സാധനം ഇവിടെ ഉണ്ടോയെന്ന്. കാണുന്നതാണ് റീജിയം. ക്ലിയർ ആവുന്നില്ല, പക്ഷെ അത് തന്നെയാണ്. റൺ കം. മേടിക്കാൻ വന്ന റോക്കിംഗ് ചെയർ ഇല്ല, ഞങ്ങളത് സ്റ്റേറ്റസിൽ കണ്ടിട്ട് വന്നേ, അത് അവരുടെ സെയിലായിപ്പോയി. ഒരു ഇന്ത്യൻ ടച്ചുള്ള ഒരു ഫേർണിച്ചർ ഷോപ്പാണ്. ഉണ്ടോ, ആനയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പൂജ മന്ദിർ പോലുള്ള അത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നോവോ സിനിമാസ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഏത് മൂവിയാണെന്ന് പോയി നോക്കി. അപ്പം കുട്ടികൾക്ക് കാണേണ്ട ഒരു മൂവി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേറെ പുറത്തൊരു സ്ഥലത്ത് പോകേണ്ടതായതുകൊണ്ട് അന്ന് കാണണ്ട, അടുത്ത ദിവസം പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ബഹളമായി. അവന് സിനിമ കാണണം എന്നായി. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ. എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്.
അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടൂഡൂസ്. ക്ലൗഡ്സ് ഉണ്ട്, അടിപൊളിയല്ലേ.